പഠിക്കാനുള്ള ഒരു സാഹചര്യം This news is brought to you by Elroy Opticals and Computerized Eye Clinic, Chirupura. Phone 9961660599. നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മാർക്ക് ഒരുപാട് മാർക്കൊക്കെ വാങ്ങിച്ചു. നിങ്ങളെക്കാട്ടി കൂടുതൽ കഴിവുള്ള കുട്ടികളൊക്കെ ഉണ്ട് നോക്കാൻ. അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സാഹചര്യം ബുദ്ധിയും അതിന്റെ നിങ്ങൾ ചിന്തിക്കാനുള്ള പ്രാപ്തിയൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഇത്രയും മാർക്ക് വാങ്ങിച്ചത്. അപ്പൊ നിങ്ങളിത് കളഞ്ഞു കൊടുക്കരുത്. നിങ്ങൾ കൊടുക്കുന്ന സന്തോഷം നിങ്ങളെ കൊണ്ട് ഒരിക്കലും അമ്മയുടെ അച്ഛന്റെ കണ്ണുനീര് വരണമെങ്കിൽ നിങ്ങളുടെ നേട്ടത്തിലൂടെ നിങ്ങള് നല്ല ഒരു നിലയിൽ എത്തിയിട്ടാണ് അവര് സന്തോഷത്താൽ അവരുടെ കണ്ണു നിറയണം. അത് മക്കളെല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടുന്ന് പോകുന്ന ഇവിടുന്ന് എന്തോ ഇതൊക്കെ വായിച്ച് പോകുന്ന മക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ 10, 18 വയസ്സ് 20 വയസ്സ് വരെ നിങ്ങളെ കാക്കക്കും പൂച്ചക്കും ഒന്നും കൊടുക്കാണ്ട് ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ മാറ്റിക്കിടത്തി ഭക്ഷണം നിങ്ങൾക്ക് ഉരുട്ടി വിഴുങ്ങാൻ തരും. ചോറ് വാരി കൊടുക്കും. നമുക്ക് മുമ്പൊക്കെ നമുക്ക് അവിടെ കഞ്ഞിയോടൊന്നും തരണം. ഒരു മാതാപിതാക്കൾ സംരക്ഷിക്കുന്നത് തിരിച്ചു നിങ്ങൾ കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നേടിയിട്ടും ഇനി നിങ്ങൾ ലോകം കീഴടക്കിയാലും അച്ഛനമ്മമാരെ സംരക്ഷിക്കാത്തവർ എവിടെ എത്താൻ പോകില്ല. എത്തിയാൽ തന്നെ അതിലൊരു എണ്ടുണ്ട്. അപ്പൊ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ മക്കളെ നല്ല രീതിയിൽ പഠിക്കുക. പഠിത്തം മാത്രം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പഠിത്തം മാത്രം. നിങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമില്ല. ആരും ഇവിടെ നിങ്ങൾ പണിയെടുത്തിട്ടൊന്നും പഠിക്കുന്ന ഒരു കുട്ടികളും ഇവിടെ ഇല്ല. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളൊന്നും നിൽക്കില്ല ഈ കാലഘട്ടത്തിൽ. നിങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്നു പഠിക്കു പോയിട്ടാണ് പഠിക്കാൻ പറ്റും. പുസ്തകം കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ. അപ്പൊ നിങ്ങള് തിരിച്ചു കൊടുക്കുക മക്കളെ. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒറ്റ യൂണിഫോമിൽ ഒരാഴ്ച തീർത്താണ്. നിങ്ങളും ചൊവ്വയും ഒരു യൂണിഫോം ഇടും, ബുധനാഴ്ച ഒരു കളർ ഡ്രസ് ഇടും. ആ ഒറ്റ ഡ്രസ്സ് കിട്ടുന്നത് ഓണമോ വിഷുവോ വന്നെങ്കിൽ അന്ന് ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും ആ വർഷം വരച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഓണമില്ല വിഷുവില്ല അല്ലെ. ഒരു വർഷം കഴിയണം. പഴയ കാലഘട്ടത്തിലേക്ക് ഇതാണ്. ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും ചത്തിട്ട് ഒരു വർഷമായിട്ട് അവരൊക്കെ നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവം ഇന്ന് അങ്ങനെയൊന്നും ഇല്ലട്ടോ. ഇന്ന് നമ്മുടെ ചടങ്ങ് കഴിയുമ്പോൾ തന്നെ നമ്മളെല്ലാം പോയി 3-ാം തീയതി 3-ന് അല്ല 5 മാക്സിമം പോയാൽ സഞ്ചയം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബന്ധങ്ങളും തോന്നും. നല്ലൊരു ഡ്രസ് ഉണ്ടായിരുന്നില്ല അല്ലെ. നമുക്കൊരു ചെരുപ്പ് ഉണ്ടായിരുന്നില്ല. 8-ാം ക്ലാസ് വരെ പഠിക്കാൻ ചെരുപ്പില്ല. അതിനുശേഷം 7-ാം ക്ലാസ് പാസ്സായി ഹൈസ്കൂൾ എത്തുമ്പോഴാണ് മറ്റുള്ളവരെ മുന്നിൽ പറയാറ്. അങ്ങനെയാണ് നമുക്കൊരു ചെരുപ്പ് കിട്ടുന്നത്. പേരലുണ്ടായിരുന്നു. ആരെ ചെരുപ്പിട്ട ആരുമില്ലല്ലോ. ആ ചെരുപ്പിട്ടിട്ട് നമ്മൾ യൂണിഫോം കൊണ്ട് വൈകുന്നേരം കൊണ്ടുവരുമ്പോൾ യൂണിഫോം മുഴുവൻ ചെടിയാക്കി. ഇത് അടിച്ച് ഫുള്ള് ചെടിയാക്കി ഉണ്ടാക്കി. അതിനിട്ട് പിറ്റേത് സ്കൂളിൽ പോകും. കോളറിലൊക്കെ ഫുള്ള് ചെടിയാക്കി. ഏറ്റവും കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും 1-2 ഏക്കർ സ്ഥലം മിനിമം ഉണ്ടാവും അല്ലെ. ഒരാൾക്ക് ചില 10 ഏക്കർ ഒരു കുടുംബത്തിന് 10-15 ഏക്കർ സ്ഥലം ഉണ്ടാവും. എന്നിട്ട് ഒരു വഴി കൊടുക്കൂല അനിയന് അല്ലെ. സഹോദരിക്ക് ഒരു വഴി കൊടുക്കൂല. അവിടെ പ്രശ്നമാണ്. എല്ലാവർക്കും സ്റ്റേഷനിൽ വരുന്ന വസ്തു തർക്കണം. സ്വന്തം ചോരായിട്ടുണ്ടായല്ലേ അച്ഛനമ്മന്റെ സ്വന്തം മക്കള് സ്റ്റേഷൻ അച്ഛന്മാര് വഴിത്തർക്കമായിട്ട് അടിയും വെളിയും അല്ല ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പെമ്പിള്ളേർ അതേപോലെ തന്നെയാണ്. നേരത്തെ വലിച്ച് എവിടെയും പോയിരുന്നു ചളി ആയിക്കഴിഞ്ഞാലാണ് ഫാഷനാണെന്നില്ല ധാരണയാണ്. അല്പ വസ്ത്രധാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഏറ്റുപിടിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. നമ്മളൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കിടയിൽ സ്ത്രീകളുടെ സഞ്ചാരത്തിന്റെയും അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും ഇതിൽ നിങ്ങൾ കൈകടത്തുന്നതല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ കാണാം ഒരുപാട് കമന്റ് വരുന്നത്. സ്വന്തം മക്കളെ ഇതൊന്നും ചെയ്യാൻ ഒരു അച്ഛനമ്മമാരും കൂടില്ല. പക്ഷെ മറ്റുള്ളവരുടെ മക്കൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞാൽ അതിന് സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുപോലെ നടന്നതാണല്ലേ വിമല സമരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ പോയി പങ്കെടുത്ത ഒരു രക്ഷിതാക്കളും അതിനെ കുറിച്ച് നല്ലത് പറയില്ല. അവരെ നമ്മുടെ സമൂഹം മൊത്തം അത് ശരിയല്ല നിങ്ങൾ തെറ്റാണെന്നെല്ലാം പറഞ്ഞ് അവരെ പഞ്ഞിക്കിടാൻ വേണ്ടി നോക്കുന്നതാണ് പല പുതിയ ആൾക്കാർ. പക്ഷെ ഇവർക്ക് കുറെ ആൾക്കാർക്ക് ഇതൊക്കെ അകറ്റണം നടപ്പിലാക്കി കിട്ടണം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം കൂടിയാണ്. അപ്പൊ നിങ്ങളെല്ലാവരും ഇപ്പൊ ഇവിടെ നിങ്ങൾ ഈ മൊമെന്റ് വാങ്ങിക്കാൻ വരുന്ന പ്രിയപ്പെട്ട എന്റെ കൊച്ചു മക്കളോട്, എന്റെ കുട്ടികൾ അത്ര പ്രായമേ ഉള്ളൂ. എനിക്ക് 3 കുട്ടികളാണ്. 2 ട്വിൻസ്, 2 പെൺകുട്ടികളാണ്. ട്വിൻസാണ്. 14 വയസ്സിൽ ഇപ്പൊ സെൻട്രൽ സ്കൂളിൽ കാസർഗോഡ് സെൻട്രൽ സ്കൂളിൽ 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
അപ്പം നമുക്കിപ്പോ ആഴ്ചയിൽ ചിലപ്പോൾ ഒരു ദിവസം പോകാൻ അവസരം കിട്ടും, അല്ലെങ്കിൽ ആ ആഴ്ച 2 ആഴ്ച പോകാൻ ഒരു ദിവസം പോയിട്ട് വരുന്നതാണ്. അപ്പൊ കുട്ടികൾ നമ്മൾ നമുക്ക് അവധി കിട്ടുന്ന ദിവസം കുട്ടികൾ സ്കൂളുണ്ടാവും. അവർ രാവിലെ സെൻട്രൽ സ്കൂളിലെ രാവിലെ 7 മണിയാകുമ്പോൾ വണ്ടി വരും. 3:30-4 മണിയാകുമ്പോഴാണ് അവരെ തിരിച്ച് കൊണ്ടുവിടുന്നത്. നമുക്ക് ആ സമയത്ത് കുട്ടികളെ പറയാനും കിട്ടില്ല. എന്നാലും നമ്മള് വീഡിയോ കോളിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്, ഇങ്ങനെയാണ് നമ്മുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ, പഠിക്കണം. പക്ഷെ നിങ്ങൾക്ക് എല്ലാ ദിവസവും കുട്ടികളെ നിങ്ങൾ അടുത്ത് കെട്ടിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. അവർ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. കുട്ടികൾ മെയിൻ പ്രശ്നമാണ്. നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തുന്നില്ല എന്ന് പല കുട്ടികളോട് ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും കെയർ ചെയ്തില്ല. കണ്ണുകളുടെ സംരക്ഷണത്തിന് ഏറ്റവും ഗുണമേന്മയുള്ള കണ്ണടകളുടെ വ്യാപാര രംഗത്ത് സേവന മികവിന്റെ 17ാം വർഷത്തിലേക്ക് എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ടെസ്റ്റിംഗ് ക്ലിനിക് ചെറുപുഴ. സഹോദര സ്ഥാപനം അച്ചൂസ് ഐ ക്ലിനിക് ചെമ്പേരി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, ത്രീസ്യാമ ഐ ഡിപ്പാർട്ട്മെന്റ്, സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. എല്ലാ ദിവസങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, സൗജന്യ കണ്ണുപരിശോധന, ഗുണനിലവാരമേറിയ ഗ്ലാസുകളും ഫ്രെയിമുകളും. എൽറോയ് ഓപ്റ്റിക്കൽസ് ആൻഡ് കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് ചെറുപുഴ. ഫോൺ 9961 660 599.